Thank you, Dr. Dhanesh. Thank you, doctors in English session. Thank you, Dr. Praful, for today's class. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1547 ദിവസം. ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, ഇംഗ്ലീഷ് സെഷനിൽ മോഡറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ അജിനി ഷംസുദ്ദീനാണ്. ഉടനെ തന്നെ മറ്റൊരു വേഷത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരും. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ ശൈല. 1 minute. ക്ലാസ് എടുക്കാനായിട്ട് അങ്ങ് ആവേശം വന്നിരിക്കുകയാണ് ഡോക്ടർക്ക്. എന്തായാലും അജിനി ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. അല്ലേ? നന്ദി. അജിനി ഡോക്ടർ നമുക്ക് ഇതിനകം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്നൊരു വ്യത്യസ്തമായ വിഷയമാണ് പ്രകൃതിയുടെ കയ്യൊപ്പ്. അപ്പോ അതാണ് ഇന്നത്തെ ക്ലാസിന്റെ സബ്ജക്റ്റ് അല്ലെ വിഷയം. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ എനിക്കും ഒരു ആകാംക്ഷയുണ്ട്. എല്ലാവരും ആകാംക്ഷയിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി ഒരുപാട് നേരം കാത്തിരിക്കേണ്ട, നമുക്ക് വളരെ സ്നേഹപൂർവ്വം അജിനി ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ക്ലാസ് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ ശൈല. താങ്ക് യു. അപ്പോ ഇന്ന് നമ്മൾ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ അതിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ അതേ സ്വഭാവം നമുക്ക് എന്താ പറയുന്ന ആ മരുന്നിൽ സിംറ്റംസ് ആയിട്ട് വരും. അതിപ്പോ നമ്മൾ ഹോമിയോപ്പതി മാത്രമല്ല, ആയുർവേദം അങ്ങനെ പല ഇതില് ഒരു മരുന്നിന്റെ സ്വഭാവം വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ ബീട്രൂട്ട് രക്തത്തിന് നല്ലതാണ്, അത് റെഡ് കളർ ആയതുകൊണ്ട് നമ്മൾ അങ്ങ് പറയുക എന്നുള്ള രീതിയിൽ. പിന്നെ ജോയിന്റ്സിലേക്ക് ഫ്ലൂയിഡ് പോകുന്നതിന് വെണ്ടയ്ക്ക നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിന്റെ ഫിസിക്കൽ ക്യാരക്ടർ ഓഫ് എ പ്ലാന്റ് എന്നല്ല, ക്യാരക്ടർ ഓഫ് എ ഡ്രഗ് സബ്സ്റ്റൻസ്. എന്തുകൊണ്ടാണോ നമ്മൾ മരുന്നുണ്ടാക്കുന്നത് അതിൻ്റെതായ ചില സ്വഭാവങ്ങൾ ആ അസുഖത്തിന്റെ സിംറ്റത്തിന് കാണും എന്നുള്ളതാണ്. തെറാപ്യൂട്ടിക് വാല്യൂന് അതിനുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മള് കാഴ്ചയുടെ രൂപം കൊണ്ട് ഏത് ഓർഗനെ ട്രീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹെർബലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് അത് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നതാണെന്നാണ്. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല, എന്നാലും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടതിൽ അവർ പറയുന്നത് പ്രകൃതി അല്ലെങ്കിൽ ചെടികൾ നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് ആണ്, ഇത് ഇന്ന ഓർഗന് കൊള്ളാം എന്നാണ്. ഈ അഭിപ്രായം ഒന്നും എല്ലാവരും എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ മെഡിസിൻ പഠിച്ചിരിക്കാനും ഓർത്തിരിക്കാനും വേണ്ടി ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാരറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ മുറിക്കുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് അതിന്റെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടും. Part 3, the carrot myth. The doctrine of signatures is the idea that God created everything with a signature indicating the purpose of its creation. The idea that carrots promote healthy eyes and good vision originates from a myth that dates back to World War II, but that doesn't mean it's untrue. They are especially high in lutein and beta-carotene, which have been shown to protect your eyes. Lutein can help reduce inflammation in your eyes, fight off free radicals, reduce oxidative stress, and boost the sharpness of your vision. Beta-carotene is a compound that gives vivid yellow, orange, and red colorings to vegetables. The body converts beta-carotene into vitamin A, a known vital nutrient for vision. So while carrots won't give you super night vision, they actually can sharpen your ability to see in darkness a little. Double tap if this gave you a better visual on the benefits of carrots. The doctrine of signature. Welcome to a world where nature whispers secrets. Ever heard of the doctrine of signature? It's a fascinating concept that suggests the physical characteristics of plants and their parts can hint at their potential uses for human health. Imagine walnuts. Their crinkled shells and lobed interiors mirror the human brain. Coincidence? The doctrine suggests otherwise, hinting at walnuts' potential to support brain health. Or take the vibrant red pomegranate bursting with ruby seeds. It's reminiscent of a heart full of blood cells, suggesting a link to cardiovascular health.
Then there's the slender, elongated carrot. Slice it crosswise, and it resembles an eye, hinting at vision-enhancing properties. Intriguing, isn't it? How the universe draws parallels between us and our leafy co-inhabitants. The doctrine of signature, a testament to nature's wisdom etched in the fabric of life itself. Welcome to a world where nature whispers secrets. Ever heard of the doctrine of signature? അപ്പോ ഇപ്പൊ നിങ്ങൾ ഇതിൽ കുറച്ച് ഇതുകളൊക്കെ കണ്ടല്ലോ, ചെടികളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കേൾക്കാമല്ലോ അല്ലേ? എൻ്റെ സെറ്റപ്പ് പ്രൊഫഷണൽ ഓഡിയോ ഇൻ ഓഡിയോ സെറ്റിംഗ്സ്. ഓക്കെ. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് ഡ്രഗ് സിംറ്റം. അപ്പം നമ്മൾ പല പ്ലാന്റിന്റെയും സിംറ്റംസ് വെച്ച് നമ്മൾ ഓരോ ഡ്രഗ്സിന്റെ സിംറ്റം പഠിക്കലും ഉണ്ട്, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മൾ ഓരോ ഇത് വെച്ച് പറയുമല്ലോ, ഇപ്പൊ പാമ്പിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് പാമ്പിന്റെ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഹോമിയോപ്പതിയിൽ അത് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ കഴിക്കുന്ന ആഹാരം വെച്ച് മനുഷ്യരുടെ സ്വഭാവം മാറും, വ്യത്യാസം ഉണ്ടായിരിക്കും. കൂടുതൽ മീറ്റൊക്കെ കഴിക്കുന്നവർക്ക് കുറച്ച് എന്താ പറയുന്നത്, ദേഷ്യക്കാരായിരിക്കും. ഒരുപാട് സസ്യാഹാരം കഴിക്കുന്നവർ കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും. ഇങ്ങനെയെന്നൊക്കെ നമുക്ക് ഒരു ഇതുണ്ട്. ഇതെല്ലാം ശരിയായിരിക്കണം എന്നൊന്നുമില്ല. എന്നാൽ പോലും ചില കാര്യങ്ങൾ അതിന്റെ അപ്പിയറൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ്, മെഡിസിന്റെ സോഴ്സ് വെച്ചിട്ട് നമ്മൾ മെഡിസിന്റെ സിംറ്റം വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന സാധനങ്ങളാണ് ക്യാരറ്റ് കണ്ണിന് നല്ലതാണ്, വാൾനട്ട് ബ്രെയിനിന് നല്ലതാണ്, ഒലീവ്സ് ഓവറിക്ക് നല്ലതാണ്. അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. പിന്നിപ്പം നമ്മൾ കണ്ടതുപോലെ അവോക്കാഡോ പിന്നെ എന്താ പറയുന്ന യൂട്രൈൻ ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മെഡിസിനും നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ മെഡിസിൻ ഒന്ന് പഠിച്ചു നോക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ലാക്കസിസിനെ കുറിച്ച് പറയുവാണ്. ലാക്കസിസ് ഒക്കെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന മെഡിസിൻ ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ആ ഡോക്ട്രൈൻ വെച്ച് എങ്ങനെ സിമിലാരിറ്റി എടുക്കും, എങ്ങനെ നമ്മളത് ഓർത്തിരിക്കും, ആ ഒരു സ്നേക്കിനെ വെച്ച് നമ്മൾ അത് എങ്ങനെ ഓർത്തിരിക്കും എന്നുള്ളതാണ് ഞാൻ അതിൽ കൂടെ പറയാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കാണും. Bushmaster, the largest pit viper in the world, has a bite so venomous that humans have only a 25% survival rate. That is not good. She can sense the faintest chemical odors and vibrations in her environment. She has detected prey. Would not want to be said prey. Pit vipers are named for the specialized organ that can detect the body heat of other animals, which they use to pinpoint their victims. She uses her fangs to walk the prey into her gullet. That's our choice of a word. They don't actually walk, but you know, they're snakes. We thought they'd like. ഇപ്പോ നമ്മള് ലാക്കസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്ന ഷുറുകുക്കു അല്ലെങ്കിൽ ഒഫീഡിയ ഫാമിലിയിലുള്ള ലാക്കസിസ് എന്ന മെഡിസിനെ കുറിച്ചിട്ട് നമുക്ക് ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ വെച്ച്, ലാക്കസിസ് നമ്മൾ അല്ലാതെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന്. അപ്പൊ പാമ്പ് എപ്പോഴും കിടക്കുന്നത് എവിടെയായിരിക്കും? ഒരു തണുത്ത സ്ഥലത്ത്. ഇപ്പൊ ഇതുപോലെ ഇലകളൊക്കെ കൂടി കിടക്കുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ കല്ലിന്റെ അടിയിലായിരിക്കും, അല്ലെങ്കിൽ തടികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കും. അങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലത്തായിരിക്കും പാമ്പ് കിടക്കുന്നത്. അപ്പൊ ലാക്കസിസ് എന്ന് പറയുന്ന മെഡിസിന് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് കോൾഡ് ആണ്, അതിന്റെ അമലറേഷൻ കോൾഡ് ആണ് അത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാമ്പിന് തണുത്ത സ്ഥലത്ത് കിടക്കാനാണ് ഇഷ്ടം. പാമ്പ് എപ്പോഴും തണുത്ത സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. അതിന് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹീറ്റ് ഉള്ളിടത്തോട്ട് ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് വന്ന്
ഇടത്തില്ല. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ സ്ഥലമൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറമ്പിനൊക്കെ തീ കൊടുക്കുമ്പോൾ പാമ്പ് അവിടുന്ന് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ പാമ്പ് ചാടി പുറത്തു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും അതിന് അകത്തിരിക്കുവാണെങ്കിലും ഹീറ്റ് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ പാമ്പ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുപോലെയാണ് നമ്മുടെ പിന്നെ എന്താ പറയുന്നത്, ലാക്കസിസ് ലേഡീസും ഭയങ്കര സസ്പീഷ്യസ് ആയിരിക്കും. ഇപ്പോ നമ്മൾ വെറുതെ നമ്മൾ ആരെയും ഉപദ്രവിക്കണമെന്നൊന്നും ഓർത്തിട്ടല്ല, നമ്മൾ പിന്നെ വെറുതെ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുന്നതായിരുന്നു. പക്ഷെ പാമ്പ് എന്താ വിചാരിക്കുന്നത്, നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുക. കാരണം നമ്മൾ നടക്കുമ്പോൾ തന്നെ അതിന് ആ വൈബ്രേഷൻ കിട്ടും. അതിന്റെ സ്കിന്ന് സെൻസിറ്റീവ് ഓർഗൻ ആണ്. അപ്പൊ അത് വൈബ്രേഷൻ എടുത്തിട്ട് എന്ത് പറ്റും, നമ്മളെ വന്ന് കടിക്കും. അപ്പൊ അതിന് എന്താ ചെയ്യാൻ പോണേ, എപ്പോഴും സസ്പീഷ്യസ് ആയിരിക്കും. എന്തോ നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുന്നു അല്ലെങ്കിൽ എന്താന്നുള്ള ആ ഒരു സസ്പീഷ്യസ് ആയതുകൊണ്ട് ഈ ലാക്കസിസ് ലേഡീസും സസ്പീഷ്യസ് ആണ്, പാമ്പും ഈ പറയുന്ന ഷുരുക്കുക്കും സസ്പീഷ്യസ് ആണ്. പിന്നെ She always starts head first. ലിക്വിഡ് ഇസ് മോർ പെയിൻഫുൾ ദാൻ സോളിഡ് എന്ന് പറയുന്ന ഒരു സിംറ്റം ലാക്കസിസിലുണ്ട്. ഇവിടെ ഈ പിന്നെ വലിയ വലിയ അതായത് അതിനേക്കാൾ ആ ജീവികളെയൊക്കെ, അതായത് ഇപ്പൊ എലിയെ തിന്നുന്നത് നമ്മൾ കണ്ടല്ലോ, അത് ഇറക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ, അതായത് വലിയ സാധനങ്ങളൊന്നും ഇറക്കാനായിട്ട് പാമ്പിന് ബുദ്ധിമുട്ടില്ല. നേരത്തെ തന്നെ അത് അതിന്റെ വായു പ്രിപ്പയർ ചെയ്ത് അതിന്റെ ഇര വിഴുങ്ങിക്കോളും എന്ന് പറയുന്നത് പോലെയാണ് ലാക്കസിസിന്റെ ത്രോട്ട് സിംറ്റംസ്. അപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു ലാക്കസിസ് ഹോട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ പാമ്പ് കരിയിലും തണുപ്പുള്ള സ്ഥലത്തും ഒക്കെയാണ് കിടക്കുന്നത് എന്നുള്ള സിംറ്റം കൊണ്ട് നമുക്ക് ഹോട്ട് പേഷ്യന്റ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ അതിന്റെ ഹാബിറ്റാറ്റും അങ്ങനെ തന്നെയാണ്. പിന്നെ എപ്പോഴും സസ്പീഷ്യസ് ആയിരിക്കും. അതിന്റെ സൗണ്ട്, നമ്മൾ ദൂരെ നിന്നുള്ള സൗണ്ട് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്മെല്ല് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് സെൻസ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. സസ്പീഷ്യസ് ആയിരിക്കും, ജലസി ആയിരിക്കും. അത് ലാക്കസിസിന്റെ സിംറ്റത്തിലും ഉണ്ട്. പിന്നെ ലിക്വിഡ് ഈസ് മോർ പെയിൻഫുൾ ദാൻ സോളിഡ് എന്നുള്ളത്. Satiated, she is ready to lay her eggs, and she will not eat again for months. It's the perfect diet. Very efficient. But she will already be gone by the time they hatch, probably leaving these snakes with abandonment issues. Without their mother, the young bushmasters will venture out alone to find their first meal. There they go. These emotionally scarred, motherless snakes, forging their own path, finding their own destiny, their place among the stars. Good luck, little bushmaster. This humble narrator wishes them well. അതില് അവര് സ്വന്തമായിട്ട് ലാക്കസിസിന്റെ അതിന്റെ പാമ്പിന്റെ സ്കിൻ ഇരിക്കുന്നുണ്ടോ, നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് എന്ന് പറയുന്നത് പോലെ ലാക്കസിസ് ലേഡീസ് ഒക്കെ എപ്പോഴും നല്ല ഒരുങ്ങി, നല്ല പെർഫെക്റ്റ് ആയിട്ട്, വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കി വെച്ച്, നല്ല മുഖമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സപ്പ് ആയിട്ട് എപ്പോഴും അവർക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് കാണാനായിരിക്കും അവർക്ക് ഇഷ്ടം. അതുപോലെ ഇപ്പൊ ഈ പാമ്പ് അമ്മയുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ വരുന്നെന്ന് പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവര് ചെയ്തോളും. പക്ഷെ അവർ ഭയങ്കര ജലസ് ആയിരിക്കും. അവർക്ക് മാത്രമേ ആകാവുള്ളൂ, മറ്റുള്ളവർക്ക് ആകരുതെന്നുള്ള ആ ഒരു ജലസ് ആണ്. പിന്നെ നമ്മള് പാമ്പ് വരാതിരിക്കാനായിട്ട് നമ്മുടെ നാട്ടില് പണ്ട് ഈ എന്താ പറയുന്നത്, വിനീഗർ ഒഴിക്കും, നാരങ്ങാ നീരൊഴിക്കും, അങ്ങനത്തെയൊക്കെ ഒഴിക്കും. അപ്പൊ ഈ പൾസാറ്റിലാക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഡയറിയ ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് ആസിഡ്. ഇത് ഓർക്കാൻ വേണ്ടി പറയുന്നതായിട്ടാ ഞാൻ, കാരണം നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ആസിഡ്സ് ഒക്കെ ഡയറിയ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ലാക്കസിസിന്റെ ആ സിംപ്റ്റം ഓർത്തിരിക്കാം. പിന്നെ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. അത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. I think only worth it for one of the most fantastic snakes in the world. Bushmaster is one of South America's most incredible. And come all the way back up, and hopefully, Once it's fallen, underneath that through the back. It's about showing how amazing these things are, how incredible. I mean, this snake is essentially the jaguar of the reptile world here out in the Amazon, and nobody knows about them. As long as we have a real respect for them, then we're not going to get bitten.
I hope. Wow. My arm is boy. All right, I'm going to take us straight to the back end. Just now. Then in a couple of days' time, we're going to take it to the exact same location where I'm going to take us straight into the back end. ഇത് ഇതൊന്നും ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാൽ അവര് ലെഫ്റ്റ് സൈഡ് കൊണ്ടാണ് പാമ്പിനെ പിടിക്കുന്നത്. എന്താണെന്നറിയാവോ? ലെഫ്റ്റ് സൈഡിലോട്ടാണ് പാമ്പ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ പാമ്പ് പിടുത്തക്കാരല്ല, നമ്മുടെ വാവ സുരേഷ് മറ്റേതൊക്കെ നോക്കിയാലും നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലോട്ടാണ് അത് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ലാക്കസിസ് അഗ്രവേഷൻ ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞപ്പോൾ ലാക്കസിസ് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഹോട്ട് അഗ്രവേഷൻ ആണ്. അപ്പൊ തണുത്ത സ്ഥലത്തേ കിടക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് അഗ്രവേഷൻ ആണ്. ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആ പാമ്പ് മൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ അവർ പിടിക്കാത്തത്. റൈറ്റ് സൈഡിൽ പിടിച്ചാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കൊത്തി അവര് ഇതാവും. ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ ഇപ്പുറത്തോട്ട് കൊത്താൻ സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ സസ്പീഷ്യസ് ആണ്, അത് എപ്പോഴും ഇതായിരിക്കും എന്നുള്ളു. പിന്നെ ഡയറിയ ഫ്രം ആസിഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, പിന്നെ ത്രോട്ട്, പിന്നെ സോളിഡ് വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ടില്ല, ലിക്വിഡ് പാടാണ്. പിന്നെ പർപ്പിളിഷ്, ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാലും സ്കിന്നിൽ എന്തെങ്കിലും കാർബങ്ങളും മറ്റും സാധനങ്ങളൊക്കെ വന്നാലും വെരിക്കോസ് വെയിൻ ഒക്കെ വന്നാലും ഈ പർപ്പിളിഷ് കളർ, ബ്ലൂയിഷ് കളർ ഉണ്ടായിരിക്കും. അപ്പൊ അത് പാമ്പുമായിട്ട് സിമിലാരിറ്റി ഒന്നുമില്ല, എന്നാലും നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാമ്പ് കടിച്ചാൽ നീല നിറമാകുമല്ലോ എന്നുള്ള ആ ഒരു സിംറ്റം, ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് പർപ്പിളിഷ് ഡിസ്കളറേഷൻ, പർപ്പിളിഷ് ത്രോട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. വെരിക്കോസ് വെയിൻ ഒക്കെ വരുമ്പോഴത്തേക്ക് പർപ്പിളിഷ് ആയിരിക്കും. ഓക്കെ, പിന്നെ അഗ്രവേഷൻ ഫ്രം സ്ലീപ്പ്. ഓക്കെ, ഞാനിതൊന്ന് അപ്പൊ ഉറക്കം. ഇവർക്ക് പാമ്പ് എപ്പോഴാണ് ഹണ്ട് ചെയ്യാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇരയെ പിടിക്കാനൊക്കെ ഇറങ്ങുന്നത്? രാത്രിയാണ്. അപ്പോ ഉറക്കമില്ല, സ്ലീപ്ലെസ്നെസ് ആയിരിക്കും. അപ്പൊ അഗ്രവേഷൻ ഫ്രം സ്ലീപ്പ്, ശരിയായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ പാമ്പിന് കൺപോളകളില്ല. കൺപോളകളില്ലാത്തതുകൊണ്ട് അത് ഉറങ്ങൂല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ചുമ്മാ സ്ലീപ്ലെസ്നെസ് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ കൺപോളകളില്ല. പിന്നെ രാത്രിയാണ് അവർ ഇറങ്ങുന്നത്, രാത്രി അവർ സുഖമായിട്ട് ചുറ്റാൻ ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് ലാക്കസിസ് ലേഡീസിന് സ്ലീപ്പ് അഗ്രവേഷൻ ആണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു എന്നൊക്കെ പാമ്പിനെ പോലെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ പാമ്പിനെ കണ്ടില്ലേ, എപ്പോഴും നാക്ക് വെളിയിലിടും. പാമ്പ് വെളിയിലിടുന്ന സംസാരിക്കാനൊന്നും അല്ല, പാമ്പ് അതിന്റെ സെൻസ് ഓർഗൻ ആണ്. യശ്വന്തറാവു പട്ടീൽ എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ സെൻസ് ഓർഗൻ ആയതുകൊണ്ട് പിന്നെ എന്തോ പറയുന്നത്, അതിന് മണം, സ്മെല്ല് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൂടെ നാക്കിക്കൂടെയാണ് അത് അറിയുന്നത്. വേറെ വരുന്നത് ഒക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നാക്കിലിടുന്നത്. പക്ഷെ നമ്മളുടെ ലൊക്കേഷ്യസ് എന്നുള്ള സിംറ്റം നമുക്ക് എടുക്കാം. നാക്ക് വെളിയിലേ കിടക്കൂല പൾസാറ്റില ലേഡീസിൻ്റെത് എന്നുള്ളത് നമുക്ക് എടുക്കാം. പിന്നെ സ്നേക്ക് മെഡിസിൻ ആയതുകൊണ്ട് ഡ്രീംസ് ഓഫ് സ്നേക്ക് നമുക്ക് അത് ഓർക്കാം. പിന്നെ അഗ്രവേഷൻ ബൈ ഫാസ്റ്റിംഗ്, അമിലറേഷൻ ബൈ ഈറ്റിംഗ്. ഇപ്പോ നമ്മൾ പണ്ടേ പറയും, നമ്മൾ നല്ല നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ എല്ലാവരും പറയത്തില്ലേ, ഓ പാമ്പ് ഇരവഴങ്ങിയത് പോലെ കിടക്കുക എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചാൽ അവിടെ കാണാൻ കിടന്നോളും. പിന്നെ പാമ്പിന് വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും പോയാൽ കൊത്തണമെന്നോ ശ്രദ്ധിക്കണമെന്നോ ഒന്നുമില്ല, അവിടെ ഇച്ചിരി കിടന്നോളും. പക്ഷെ വിശന്നിരിക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും, ഇര വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അമിലറേഷൻ ബൈ ഈറ്റിംഗ്, അഗ്രവേഷൻ ബൈ ഫാസ്റ്റിംഗ്. ഓക്കെ, പിന്നെ ഓപ്പൺ എയർ, നമ്മുടെ പൾസാറ്റിലെ പോലെ തന്നെ ഇതും, കാരണം ഇത് ഓപ്പൺ എയറിലാണല്ലോ ജീവിക്കുന്നത്, അല്ലാതെ ഒരു മുറിക്കകത്തല്ല പാമ്പ് ജീവിക്കുന്നത്. പിന്നെ മാളത്തിനകത്തും ഒക്കെ കയറി കിടക്കും, അത് ഈ പറഞ്ഞതുപോലെ തണുപ്പുള്ള സ്ഥലം നോക്കി കിടക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഓപ്പൺ എയർ അമിലറേഷൻ തന്നെയാണ് ഇതിനും. പിന്നെ അമിലറേഷൻ ബൈ ഡിസ്ചാർജ്, അത് എടുക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാന്ന് പറഞ്ഞാൽ അത് പാമ്പിന്റെ സ്വഭാവമായിട്ടൊന്നും അല്ല. പാമ്പ് കടിച്ചതിന് ശേഷം നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കെട്ടിയിട്ട് ആ ഡിസ്ചാർജ് കടിച്ച സ്ഥലത്തിലെ വീണ്ടും ആ രക്തം വാർത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക്
അസുഖഭേദം, അതായത് വിഷം പോകുമല്ലോ എന്ന സിംറ്റം ഓർമ്മ വെച്ചിട്ട് അമുലറേഷൻ ബൈ ഡിസ്ചാർജ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ആ ഒരു സിംറ്റം വെച്ചിട്ട്. പിന്നെ ഒഫൻസീവ് ഡിസ്ചാർജ്, ബാഡ് ബ്രത്ത് ഉണ്ടായിരിക്കും എന്ന് പറയും. അത് എനിക്ക് സത്യം പാമ്പിന് ബാഡ് ബ്രത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിലെയൊക്കെ നമ്മളിങ്ങനെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേച്ചിയും ചേട്ടന്മാരൊക്കെ പറയുമോ, നമ്മളിങ്ങനെ കാട്ടിന്റെ അവിടോട്ടൊക്കെ പോകുമ്പോൾ എന്തോ ഒരു കപ്പ പുഴുങ്ങിയ പോലത്തെ ഒരു സ്മെൽ അടിക്കുമായിരുന്നു അന്ന് കുഞ്ഞിലേക്ക്. അപ്പോൾ അവര് പറയും, അയ്യോ പാമ്പ് വാ തുറക്കുന്ന സ്മെല്ലാന്ന് പറയാം. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയത്തില്ല. അവരത് പറയുമ്പോൾ നമ്മൾ പിന്നെ പേടിച്ച് അങ്ങോട്ടൊന്നും പോകത്തില്ല. അങ്ങനെ തിരിച്ചു വരാറുണ്ട്. അവരൊരു പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുവാന്ന് വിശ്വസിക്കുന്നു. എന്നാലും പാമ്പിന്റെ വായ്ക്ക് ഒരു സ്മെല്ലുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പൊ ബാഡ് ബ്രത്ത് ഉണ്ട് എന്നുള്ളത് ലാക്കസിസിന്റെ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ, ഇനാക്ടിവിറ്റി ഓഫ് ദ റെക്ടം, ഇത് ലാക്കസിസിനുണ്ട്. പാമ്പ് വല്ല 2 ആഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ ഒക്കെ സ്റ്റൂള് പാസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ലാക്കസിസ് മെഡിസിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ അനുസരിച്ച് നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഡിസ്ചാർജസ് ഒഫൻസീവ് ആയിരിക്കും. പാമ്പിന്റെ ഡിസ്ചാർജസ് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ 15 days ഒക്കെ ആയിരിക്കും പോകുന്നത്. അത് ഭയങ്കര ഒഫൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഈ കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും, ഇനാക്ടിവിറ്റി ഓഫ് ദി റെക്ടം കാണും, അത് ഭയങ്കര സ്മെല്ലും കാണും. അത് നോർമലി ഇത്ര കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് പോകുമ്പോൾ സ്മെല്ല് കാണും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കിന്ന്, കാർബങ്കിള് ഇതെല്ലാം ബ്ലൂയിഷ് പർപ്പിൾ ആയിരിക്കും. അത് പാമ്പ് അടിക്കുമ്പോൾ വിഷം തീണ്ടി നമ്മുടെ കളർ പോലെ തന്നെ ഇതായിരിക്കും. ഓപ്പൺ എയർ അമുലറേഷൻ പറഞ്ഞായിരുന്നു. ടച്ച് ആൻഡ് സൗണ്ട് അഗ്രവേഷൻ, സൗണ്ടിന് ഭയങ്കര സെൻസിറ്റീവ് ആണ് പാമ്പ്. അപ്പം ടച്ചും സൗണ്ടും ഭയങ്കര അഗ്രവേഷൻ ആണ് ലാക്കസിസ് പേഷ്യന്റിന്, പാമ്പിനും അങ്ങനെ തന്നെയാണ്. പിന്നെ കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഓഫ് ദ ത്രോട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് ത്രോട്ട് കംപ്ലൈൻസിലൊക്കെ. പക്ഷെ നേരത്തെ നമ്മൾ എലിയെ കാണുന്ന വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ എന്താ പറഞ്ഞ പാമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബുഷ് മാസ്റ്ററിനെയും വെച്ചിട്ട് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. അങ്ങനെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന മെഡിസിൻ ആയതുകൊണ്ട് വലിയ ഓർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ലാക്കസിസ് ഹോട്ട് പേഷ്യന്റ് ആണ്, പാമ്പിന് ഹോട്ട് ഇഷ്ടമല്ല, സസ്പീഷ്യസ് ആൻഡ് ജലസ് ആണ്. പിന്നെ ജലസ് ആണ്, വൈരാഗ്യം തീർക്കുന്ന വാശിക്കാരാണ്. നമ്മൾ പറയുമല്ലോ പാമ്പിനെ അടിച്ചു വിടരുതെന്നൊക്കെ. സത്യമാണോ തിരിച്ചു വന്ന് കടിക്കുമെന്നൊന്നും എനിക്ക് സത്യം അറിയത്തില്ല. പക്ഷെ എന്നാലും ആൾക്കാർ പറയും പാമ്പിനെ നോയിപ്പിച്ച് വിടരുത്, ഒന്നുകിൽ കൊല്ലണം എന്നൊക്കെ. കാരണം നോയിപ്പിച്ച് വിട്ടാൽ തിരിച്ചു വന്നത് പകരം വീട്ടും എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വാശിക്കാരായിരിക്കും. ലെഫ്റ്റ് സൈഡഡ്നെസ് ഉണ്ട്, പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. പിന്നെ അഗ്രവേഷൻ ഫ്രം സ്ലീപ്പാണ്. അമലറേഷൻ ഓപ്പൺ എയർ ആണ്. ഡ്രീംസ് ഓഫ് സ്നേക്ക് കാണും, പർപ്പിളിഷ് കളർ കാണും. അഗ്രവേഷൻ ബൈ ഫാസ്റ്റിംഗ് ആണ്. അമലറേഷൻ ബൈ ഈറ്റിംഗ് ആണ്. പിന്നെ ബ്ലീഡിംഗ് ആൻഡ് ഡിസ്ചാർജസ് അമലറേഷൻ, ഓപ്പൺ എയർ അമലറേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഇനാക്ടിവിറ്റി ഓഫ് ദ റെക്ടം ഉണ്ട്. ഒഫൻസീവ് സ്റ്റൂൾ ആയിരിക്കും, ഒഫൻസീവ് ബ്രെത്ത് ആയിരിക്കും. ഡിസ്ചാർജസ് എല്ലാം ഒഫൻസീവ് ആയിരിക്കും. ഡിസ്ചാർജസ് അമലറേഷനും കിട്ടും. അതുകൊണ്ട് പർപ്പിളിഷ് ഡിസ്കളറേഷൻ ആയിരിക്കും. ടച്ച് ആൻഡ് സൗണ്ട് അഗ്രവേഷൻ ആയിരിക്കും. കൺസ്ട്രിക്റ്റിംഗ് ഫീലിംഗ് ആയിരിക്കും. ഇനി ഞാൻ പൾസാറ്റിലേയും കൂടെ പറയാം. പക്ഷെ അതിനു മുമ്പ് ആർക്കെങ്കിലും ഇത് ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ, ആർക്കെങ്കിലും അത് ഓർത്ത് ഇന്ന സിംറ്റം വെച്ച് ഓർത്ത് പറയാൻ ഡോക്ടർ ലതാ മനോഹരൻ പറയാൻ പറ്റുന്നുണ്ടോ? ഓർമ്മ ഡോക്ടർ ഉദ്ദേശിക്കുന്ന എന്താണ് ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ പാമ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മള് സിംറ്റംസ് മാത്രമാണല്ലോ പറഞ്ഞു പോകുന്നത്. ഇപ്പം അജിൻ ഡോക്ടർ ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രസന്റേഷനിൽ എനിക്ക് ക്ലിക്കായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരിത്തിങ്ങിന് അതിന് ഒരു ഉദാഹരണവും കൂടെ പറയുന്ന കാരണം കുറച്ചും കൂടെ നമുക്ക് അറിയാവുന്ന സിംറ്റമാണ്. പക്ഷെ അത് കുറച്ചും കൂടെ അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ്മെന്റ്, പിന്നെ ഡിസ്ചാർജ്, അതിനെല്ലാം പറയുമ്പോഴത്തേക്ക് ഒരേ ഉദാഹരണമുണ്ട്. അതിൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്താണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഒത്തിരി നമുക്ക് സാധാരണ നമ്മൾ ഈ ലാക്കസിസ് പഠിക്കുന്നതിന് അത് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ ഒരിക്കലും
മറക്കാത്ത വിധത്തിൽ ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. നല്ല അപ്പൊ ഞാൻ അത് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇതാണ് ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ. അതായത് ആ മെഡിസിന്റെ ആ സ്വഭാവം, അല്ല, ആ മെഡിസിൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിന്റെ സ്വഭാവങ്ങൾ, ആ സിംറ്റംസ് നമുക്ക് കാണും. ആ സിംറ്റത്തിന് സിമിലാരിറ്റി കാണും. ഈ ഒരു പച്ചക്കറി കാണുമ്പോൾ അത് ഇന്ന ഓർഗൻ ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ ഏതൊരു സബ്സ്റ്റൻസിൽ നിന്നാണോ, അതിന് ആനിമൽ കിങ്ഡം ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെതായ സ്വഭാവം, നമ്മളിപ്പോ പറയത്തില്ലേ ഓറമെറ്റ് പേഴ്സണാലിറ്റി ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ പറയുന്നത്, ആ ഒരു സ്വഭാവം അവർക്ക് കാണും എന്നുള്ള ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ അല്ലെങ്കിൽ അനോളജി ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പൾസാറ്റിൽ നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ പൾസാറ്റിലാണ്. അപ്പൊ പൾസാറ്റില നമുക്ക് എല്ലാവർക്കും അറിയാം, പൾസാറ്റിലായ വിൻഡ് ഫ്ലവർ അല്ലെങ്കിൽ പസ്ക്യൂ ഫ്ലവർ, ഈസ്റ്റർ ഫ്ലവർ ആണ് പറയുന്നത്. അപ്പൊ പൾസാറ്റില ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോ ഈ പൾസാറ്റിലയുടെ തണ്ടും ഇലയും ഒക്കെ കണ്ടോ, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര പാവ, ഒരു മൈൽഡ് ജെന്റിൽ. നമ്മുടെ പൾസാറ്റില ആ ഫ്ലവർ പോലെ തന്നെയാണ് പൾസാറ്റിലയുടെ സ്വഭാവവും. അപ്പോ വീഡിയോ എടുത്തില്ല, ഒരു വീഡിയോ ഞാൻ ഇട്ടില്ല, സോറി. അപ്പൊ ഇങ്ങനെ ആയിരിക്കും അത് നിൽക്കുന്നത്. പൾസാറ്റില വാൺസ് കമ്പനി. ഒറ്റയ്ക്ക് ആ പൂവിന്റെ പടം കാണിച്ചെങ്കിലും പൾസാറ്റില എപ്പോഴും ഇങ്ങനെ കൂട്ടമായിട്ടേ വളരത്തുള്ളൂ. അപ്പൊ അതിന് ഒരിക്കലും ഒറ്റയ്ക്ക് വളരാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ പൾസാറ്റില ഡിസൈസ് കമ്പനി. പൾസാറ്റില ഇസ് മൈൽഡ്, ജെന്റിൽ, ടിമിഡ്, സോഫ്റ്റ്. അങ്ങനത്തെ ആ പൂവിന്റെ നേച്ചർ എങ്ങനെയാണ്, ബ്യൂട്ടിഫുൾ. ആ പൂവിന്റെ ബെൽ ഷേപ്ഡ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഇതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കും. പിന്നെ ഇതിന്റെ ഹാബിറ്ററ്റ്, ഇത് ജീവിക്കുന്നത് എങ്ങനത്തെ സ്ഥലത്താന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള പാറയൊക്കെ കൂടിക്കിടക്കുന്ന സ്ഥലത്ത്, ഡെസേർട്ടില്, അങ്ങനെ കുറച്ച് വെള്ളം മതി. അപ്പൊ പൾസാറ്റില ഡ്രൈനെസ് ആണ്, ഡ്രൈ ലാൻഡിലാണ് കിളിക്കുന്നത്. അപ്പൊ ഡ്രൈനെസ് ഓഫ് പൾസാറ്റില. അപ്പൊ അത് ഡ്രൈ ലാൻഡിൽ ഇത് കിളിച്ചോളും. അതുകൊണ്ട് പൾസാറ്റിലയുടെ ഡ്രൈനെസ്. അതുപോലെ തന്നെ വാൺസ് ലിറ്റിൽ വാട്ടർ. ഇപ്പൊ ഇത്രയും ഡ്രൈ ആയിട്ടിരുന്നാൽ പോലും പൾസാറ്റില ഒന്ന് നനച്ചാൽ മതി, പൾസാറ്റിലേക്ക് വെള്ളം വേണ്ട, തേഴ്സ്റ്റ്ലെസ് ആണ്. അപ്പൊ ഈ ചെടികൾക്കും അങ്ങനെ തന്നെയാണ്, ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിന് വിൻഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങനെ കാറ്റ് വേണം. അതിന് ഈ ഓപ്പൺ എയർ അമലറേഷൻ ആണ് പൾസാറ്റിലേക്കും. ഇതിനിങ്ങനെ കാറ്റ് വേണം, കാറ്റത്ത് ഇങ്ങനെ നിൽക്കണം. ഇനി ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാനത് ഡൗൺലോഡ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. അതെങ്ങനെയാ വെച്ചാൽ കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ ആ ഡയറക്ഷനിലോട്ട് ചരിയും, ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഈ ഡയറക്ഷനിലോട്ട് ചരിയും. കാരണം ഇതിന്റെ തണ്ടിന് വലിയ വെയിറ്റ് ഇല്ലല്ലോ. ആ വീഡിയോ ഇല്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിന്റെ തണ്ടിന് അത്ര വലിയ വെയിറ്റ് ഇല്ല. അപ്പൊ അത് ഓരോരോ ഡയറക്ഷനിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് ഇത് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ചേഞ്ചബിലിറ്റി ഓഫ് പൾസാറ്റില. പൾസാറ്റിലേക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ അങ്ങനെ പറയും, പിന്നെ തിരിച്ചങ്ങോട്ട് മാറിപ്പറയും. അപ്പൊ ആ രീതിയിലുള്ള ചേഞ്ചബിലിറ്റി ഓഫ് പൾസാറ്റിലാണ് നമുക്ക് ഇതിൽ കാണുന്നത്. പൾസാറ്റിലയുടെ ചെടി വെച്ച് നമുക്ക്. പിന്നെ ഇതിൽ കണ്ടോ, അതില് കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഒരു കവറിങ് ഉണ്ട്. അപ്പൊ പൾസാറ്റിലേക്ക് കവറിങ് ഇഷ്ടമാണ്, ഓപ്പൺ എയറിൽ നിൽക്കുകയും വേണം, എന്നാൽ കവറിങ്ങും വേണം എന്നുള്ളതാണ് പൾസാറ്റിലയുടെ ഒരു നേച്ചർ. ഓക്കെ, അപ്പോ കണ്ടല്ലോ ഇത്. അപ്പൊ നമുക്ക് വീണ്ടും പൾസാറ്റിലയുടെ പറ്റി തന്നെ പറയാം. ആ പൂവിന്റെ പിന്നെ അതിങ്ങനെ ഡ്രൂപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്.
പൾസാറ്റിലേക്കും അങ്ങനെ വലിയ സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. പൾസാറ്റിലെ ഡ്രൂപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഷൈനസ് ഓഫ് പൾസാറ്റിലായും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ പൾസാറ്റില തേഴ്സ്ലെസ് ആണ്, അതുകൊണ്ട് വെള്ളമില്ലാത്ത സ്ഥലത്താണ് കളിക്കുന്നത്. ഡ്രൈനെസ് ഉണ്ട്, ഡ്രൈ ലാൻഡിലാണ് കളിക്കുന്നത്. കുറച്ച് വെള്ളം മതി, ഒന്ന് നനച്ചു കൊടുത്താൽ മതി, അത് അവിടെ നിന്നോളും. പിന്നെ വിൻഡ് ഫ്ലവർ എന്ന് പറയുന്നത് എപ്പോഴും അതിന് ഓപ്പൺ എയറിൽ ഇങ്ങനെ നിന്ന് കാറ്റടിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഗ്രൂപ്പായിട്ട് മാത്രമേ ഈ ഫ്ലവേഴ്സ് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഡിസയർ കമ്പനി, വാൺസ് കമ്പനി, ഏത് ദിശയിലോട്ട് കാറ്റടിക്കുന്നോ അങ്ങോട്ട് ഏത് സിംറ്റം ആണെങ്കിലും പൾസാറ്റിലയുടെ ഈവൻ മെൻസ്ട്രൽ ഫ്ലോ പോലും ചേഞ്ചസ് ആയിരിക്കും. കാരണം ഒന്ന് കട്ടിയായിട്ടായിരിക്കും, പിന്നെ ലൂസായിട്ടായിരിക്കും, പിന്നെ സ്കാൻഡി ആയിട്ടായിരിക്കും. അങ്ങനെ എല്ലാത്തിലും ചേഞ്ചബിലിറ്റി ആയിരിക്കും. ഒരു കാര്യവും സ്ഥിരമായിട്ട് കാണത്തില്ല. ഒന്നാമത് പ്രത്യേക ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി അല്ല. അപ്പൊ ഡിസിഷൻ എടുക്കുന്ന ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായും, ഭയങ്കര കമ്പാഷനേറ്റ് ആണ്. ആരുടെയെങ്കിലും വിഷമം കണ്ടാൽ വിഷമം വരും, പെട്ടെന്ന് കരഞ്ഞു പോവും. അങ്ങനത്തെ ഒരു ഡെലിക്കേറ്റ് ആളാണ്. പിന്നെ ലോലമായ മനസ്സാണ്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ സ്റ്റെം ആണെങ്കിലും കണ്ടില്ലേ, സ്റ്റെം ആണെങ്കിലും അങ്ങനത്തെ ഒരു സ്റ്റെം അല്ല, ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മുടെ മഷിത്തണ്ടിന്റെ ഒക്കെ ഒരു സ്റ്റെം പോലത്തെയാണ്, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ആ ഹെയർ സ്ട്രക്ചർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ പാമ്പിനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വാശിയും എതിരൊക്കെ ഉള്ളതാണ്. പൾസാറ്റിലയുടെ ഒരുപാട് സിംറ്റംസ് പറയാനുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ പൂവായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് APs mellifera. The honeybee is one of the most collaborative insects in the world. Each hive is comprised of thousands of bees working together in order to build and sustain a colony. Within the colony, each bee has a specific role to play, a job, if you will. These are jobs like foraging for food, tending to young larvae, and building a honeycomb. But with a brain about the size of a sesame seed, it begs the question, how do bees know what specific job they need to do in order to keep balance in the hive? The answer is written into the genetic makeup of each bee. And it starts with the queen bee, who has the unique ability to designate the sex of her children, which plays a pivotal role in their future. If the queen wants to lay a female egg, she will fertilize the egg by releasing spermatozoa that is stored in the spermatheca, which sits behind her ovaries. The spermatheca is filled during her first week of life, when she mates with up to 20 drones, or male bees. If the queen wants to lay a male egg, she will not release any spermatozoa as the egg leaves the ovaries. And drones have a singular job. That job is to mate with queens from other colonies to propagate the species. When they're not trying to mate, they eat leisurely from the honey reserves and wait for a queen to go on her nuptial flight. Female bees, or worker bees, do literally everything else. They keep the cells clean, care for the larvae, build cells, tend to the queen, store honey, forage, pollinate, guard the nest, and even feed male bees honey if they're begging for it. Each bee knows what to do because their hormones activate the part of their genetic makeup that tells them what jobs they have to tackle and when they have to tackle them. They go through 4 phases of jobs before dying. In phase 1, bees go to work immediately after they emerge from metamorphosis, about 3 weeks after they're born. They begin cleaning the cells from which they emerged. After about 3 days, their hormones shift them into nurse bee mode. In this job, they feed the young brood that succeeds them. This lasts for about a week. Then phase 3 kicks in, and the workers become general handymen, moving farther away from the center of the hive and doing things like building honeycomb, storing food, and guarding the nest entrances. This lasts about a week. The final phase is the most dangerous. It's the foraging phase, where workers leave the nest to find pollen to bring home and feed the colony. This phase starts around day 41 and lasts until about day 50. After a short life of constant work, most workers will leave the nest as death approaches. Corpses of those that die inside the hive are carried out by undertaker bees. It's a thankless life for the worker bee, but this collaboration and process has made them one of the most successful superorganisms in nature.
അപ്പൊ നമ്മള് ഇപ്പൊ ഏപ്പീസ് മെലിഫിക്കയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ ഹണി ബീക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് 3 ജോലികളാണ്. ഒന്ന് വീടൊക്കെ ഉണ്ടാക്കുക, കുറച്ച് പേര് തേൻ കളക്ട് ചെയ്യാൻ പോവുക, പിന്നെ ഒരു റാണി തേനീച്ച നമ്മൾ പറയുമല്ലോ, റാണിക്ക് പിന്നെ മെയിൽ തേനീച്ചകളുമായിട്ട് മേറ്റ് ചെയ്ത് അവർ അറ്റ് എ ടൈം തന്നെ കുറേ എഗ്ഗുകൾ ഇടും. അപ്പൊ പിന്നെ കുറച്ച് പേര് ആ കുട്ടികളെയൊക്കെ നോക്കും. അത് ബാക്കിയുള്ള ഫീമെയിൽസ് ആയിരിക്കും. മെയിൽസിന് ഈ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണുള്ളത്. പിന്നെ ഒരു കൂടിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരു റാണി ആയിരിക്കും ഉള്ളത്. 2 റാണി വരത്തില്ല. അങ്ങനെ ഒരു റാണി ഉണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി അവർ കൂടുണ്ടാക്കും. ഒരു സ്ഥലത്ത് 2 പേര് പറ്റൂല. അത്രമാത്രം അവരും ജലസ് ആണ്. ഇപ്പൊ നമ്മള് പറഞ്ഞതില് 3 പേർക്കും ഓപ്പൺ എയർ അമലറേഷൻ ആണ്, പൾസാറ്റ്ലൈക്കും ലാക്കസിസിനും ഈ ഏപ്പീസിനും ഒക്കെ. അപ്പൊ ഇവർക്കും വേണ്ടത് എവിടെയാണ് ഈ കൂടുകൾ കാണുന്നത്? മരത്തിന്റെ ഇതില്, ഷെയ്ഡില്, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും തേനീച്ചകളുടെയും കൂട് കാണുന്നത്. വെയിലത്ത് പോയിട്ട് ഒരു തേനീച്ച കൂട് കാണത്തില്ല. നമ്മൾ ഇപ്പൊ ചില ആൾക്കാരൊക്കെ കൃഷിയൊക്കെ നടത്തുന്നവരൊക്കെ കുറെ ചെടികളുടെയൊക്കെ ഇടയിലൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അവരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലത്തെ മരങ്ങളുടെ ബ്രാഞ്ചിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ തേനീച്ചകൾക്കും വേണ്ടത് തണുത്ത ഇത് തന്നെയാണ്, ഓപ്പൺ എയർ തന്നെയാണ് ഇവർക്കും ആവശ്യം. പിന്നെ ഈ ക്യൂൻ ആണ് ഒന്നിൽ കൂടുതൽ തേനീച്ചകളുമായിട്ട്, മെയിൽ തേനീച്ചകളുമായിട്ട് മേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതില് ഫീമെയിൽ സെക്ഷൽ മാനിയായിക്ക് ഉപയോഗിക്കാം ഏപ്പീസ് മെലിഫിക്ക. അപ്പൊ അതുപോലെ മാത്രമല്ല, സെക്ഷൽ മാറ്റർ ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീകളെയും നമുക്ക് ഏപ്പീസ് മെലിഫിക്കയിൽ കൂട്ടാം. കാരണം ഈ റാണി തേനീച്ചയുടെ സ്വഭാവം വെച്ചിട്ട്. പിന്നെ കണ്ണ് കണ്ടായിരുന്നോ? കണ്ണ് ഭയങ്കര വലുതാണ്, അതിങ്ങനെ എല്ലാം ശ്രദ്ധിക്കാൻ എന്ന് പറയുമ്പോൾ ഇവിടെയും സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഐസാണ് തേനീച്ചകൾക്കും ഉള്ളത്. പക്ഷെ അവരുടെ ഡ്യൂട്ടിയിലൊക്കെ വളരെ കറക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. വ്യക്തമായ ഇതൊക്കെ ഉണ്ട്. അവർ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും. ഇവർക്കും കമ്പനി വേണം, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. തേനീച്ച എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു തേനീച്ചയെ ആരെങ്കിലും കണ്ടാലോ? ഇല്ല, അവർക്കും ഗ്രൂപ്പായിട്ട് തന്നെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അവർ ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ ഇതില് ഒരുപാട് റൂബ്രിക്സ് ഉണ്ട്. അബ്സോർബ്സ് ഫാമിലി മാറ്റർ ഇൻ, പിന്നെ ആങ്സൈറ്റി ഫാമിലി അബൌട്ട്, അങ്ങനെ ഒരുപാട് റൂബ്രിക്സ്. എലിമെന്റ്സ് ഫ്രം ജലസ്, എലിമെന്റ്സ് ഫ്രം ആങ്കർ, എലിമെന്റ്സ് ഫ്രം ഒപ്പോസിഷൻ, ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയൊക്കെ അവർ ഒരുപാട് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഇതിനെതിരായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഈ തേനീച്ചകൾക്ക്, ഈ റാണി തേനീച്ച സർവ്വ കാര്യങ്ങളും ചെയ്ത് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്ന ഒരാളാണ്. പക്ഷെ വേറൊരാളുടെ ഒരു ഒപ്പോസിഷൻ അവിടെ സഹിക്കത്തില്ല. അത് മാത്രമല്ല, ബാക്കിയെല്ലാം വർക്കേഴ്സാണ്, അവർക്കൊന്നും ഒരു പവറും ഇല്ല. അപ്പൊ അവരുടെ മുകളിൽ നിൽക്കുന്ന ആളാണ്. ഒന്നിൽ കൂടുതൽ റാണിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ജലസുമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവര് ലാഫ്സ് അറ്റ് സീരിയസ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ വെച്ചാല് ഇവര് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും പുറത്തങ്ങനെ കാണിക്കുന്നവരല്ല. അപ്പോൾ സീരിയസ് മാറ്ററിനൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ ചിരിച്ച് നിൽക്കും. പക്ഷെ അത് അവർക്ക് ട്രബിൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ നല്ല, അതാണ് അവരുടെ ആ ഫാമിലി, ഇതൊരു വലിയ ഫാമിലി ആണല്ലോ, ഒരു ഗോത്രം എന്നൊക്കെ പറയാം അവരുടെ ആ ഒരു. അപ്പൊ അതിനു വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ പവറും എടുത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ആൾക്കാർക്കുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള ആ ഒരു ഒപ്പോസിഷനും അവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അവർ ചെയ്ത തെറ്റാന്ന് പറയുകയോ അല്ലെങ്കിൽ അവർ ചെയ്ത കൊള്ളത്തില്ലെന്ന് പറയുകയോ അവർക്കെതിരായിട്ട് ഒരാൾ വരികയോ ഇതൊന്നും അവർക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. പിന്നെ സെക്ഷൽ മാനിയയുടെ കാര്യം ഞാൻ പറഞ്ഞു, കൂട് കൂട്ടുന്നത് കൂൾ പ്ലേസിലായിരിക്കും. പിന്നെ തേനീച്ച കടിച്ചാൽ നമുക്കറിയാമല്ലോ, ആ പെയിന് ഏപ്പീസ് ഉപയോഗിക്കാം എന്നുള്ളത്. നമുക്ക് ആ സ്റ്റിങ്ങിങ്, കുത്തുന്ന പോലത്തെ വേദന, ബേണിംഗ് പെയിൻ, അവിടെ ഇരുന്ന് അരിക്കുന്ന പോലത്തെ വേദന, ഇതൊക്കെ നമുക്ക് അതിന്റെ വെനം അതിൽ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹിസ്റ്റാമിന്റെ ഇതുകൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും. പിന്നെ പഫിനെസ് ഓഫ് ഐസ്, അതൊക്കെ നമുക്ക് തേനീച്ച കടിച്ച് റിയാക്ഷൻ, ഇപ്പൊ മോത്തങ്ങാണൊക്കെ കടിക്കുവാണെങ്കിൽ പഫിനെസ് ഓഫ് ഐസ് വരും, അനാസർക്ക. പിന്നെ നമ്മളുടെ ഈ റിയാക്ഷൻ കൂടുതലാവുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യും. അപ്പൊ കിഡ്നി ഡിസീസസിന് ഏപ്പീസ് നല്ലതാണ്. ഈ തരത്തിലുള്ള എവിടെ നീര് വന്നാലും, എവിടെ ഇതുണ്ടെങ്കിലും, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും, എവിടെ സൊള്ളനായിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക്
ഏപ്പീസ് മെലിഫിക്ക ഉപയോഗിക്കാം. അതപ്പോൾ നമ്മൾ കടന്നൽ കുത്തിയാൽ ഒരാളുടെ മുഖം എങ്ങനെ ഇരിക്കും, ചുമന്ന് വേദനിച്ച് അരിച്ച് അങ്ങനെ ഒരു വേദന ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം നമുക്ക് ഏപ്പീസ് മെലിഫിക്ക ഉപയോഗിക്കാം. പിന്നെ വൈഡ് ഐസ് ആയതുകൊണ്ട് സസ്പീഷ്യസ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഇവര്. കാരണം അവർക്ക് ആ ചെയ്യാനുള്ള ഡ്യൂട്ടി, നമ്മൾ ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കര തിരക്ക് പിടിച്ച് അവരുടെ ജോലികൾ അങ്ങ് ചെയ്ത് തീർക്കണം. അവരുടെ ആ ചെയ്യാനുള്ള ഡ്യൂട്ടിയെ കുറിച്ച് അവർ ഭയങ്കര അവെയർ ആയിരിക്കും. അപ്പൊ റെസ്റ്റ്ലെസ് ആയിരിക്കും, അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ ആ വിങ്സ് എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചോണ്ടേയിരിക്കും. അപ്പൊ അത് നമുക്ക് റെസ്റ്റ്ലെസ്നെസിന്റെ ഇതായിട്ട് എടുക്കാം. പിന്നെ സെൻസിറ്റീവ് ടു ടച്ച്, ആരെങ്കിലും തൊടാൻ വരുന്നെന്ന് അറിഞ്ഞാൽ തന്നെ, പിന്നെ തൊട്ടാ വിവരം അറിയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തേനീച്ച കുത്തിയാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സെൻസിറ്റീവ് ടു ടച്ച് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ നമ്മൾ സെൻസിറ്റീവ് ആവും അത് നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാൽ. അപ്പൊ സെൻസിറ്റീവ് ടു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ പറയുന്നത്, നല്ല റെസ്പോൺസിബിൾ ആയിരിക്കും. പിന്നെ ഈ തേന് ഇവരിങ്ങനെ കൂടിലോട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്പില്ലാകും എന്നാണ് പറയുന്നത്. സത്യമാണോ തരത്തിൽ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട്, തേൻ അവർ കളക്ട് ചെയ്ത് അവരുടെ കൂട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ച് കയ്യിൽ നിന്ന് പോകുന്നു. അപ്പൊ അത് നമുക്ക് ഇവരുടെ കൈ വിറയ്ക്കുന്നതും സാധനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈ ഇത് വീഴുന്നതൊക്കെ ഉള്ള ഒരു സിംറ്റം നമുക്ക് ഏപ്പീസിലുണ്ട്. അപ്പൊ അത് നമുക്ക് അവർ തേൻ കളയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ സാധനം കളയുന്നു എന്നുള്ളത് ഏപ്പീസിൽ നമുക്ക് അത് കണക്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഗ്രവേഷൻ ആങ്കർ ആഫ്റ്റർ. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് കാണിക്കത്തില്ല. ദേഷ്യം സീരിയസ് മാറ്റേഴ്സിനൊക്കെ ചിരിച്ചു കാണിക്കും. ഒരു എന്താ പറയുന്ന ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് നിൽക്കും. ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് ചെയ്യാനുള്ള ജോലികളെ കുറിച്ചുള്ള ആ ഇതായിരിക്കും. റെസ്റ്റ്ലെസ് ആയിരിക്കും, സസ്പീഷ്യസ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ആബ്സെന്റ് മൈൻഡഡ് പോലെ തോന്നും. സാധനങ്ങൾ തട്ടിമറിച്ചിടും, കൈ വിറയ്ക്കും, അങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും. പക്ഷെ ഇതെല്ലാം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവും. അപ്പൊ അങ്ങനെ ദേഷ്യത്തിൽ നിന്നുള്ള കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ജലസി നല്ലോണം ഉണ്ട്. പിന്നെ ഫാമിലിയെ കുറിച്ച് എപ്പോഴും ആങ്സൈറ്റി ഉള്ള മെഡിസിൻ ആണ് ഏപ്പീസ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് ഈ 3 മെഡിസിൻ മതിയോ? ഇനി വേറെ ഏതെങ്കിലും പ്രയോണയും കൂടെ പറയണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സംസാരിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു ശൈല ഡോക്ടറെ? പൾസാറ്റിലെ എപ്പിസും അപ്പൊ അത് 3 വ്യക്തമായല്ലോ അല്ലെ? അപ്പോ ഇനി എല്ലാരോടും ചോദിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമല്ല, എല്ലാരും ഇതുപോലെ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഡിസ്കഷൻ എത്ര പേര് വരുമെന്ന് അറിയത്തില്ല ഡിസ്കസ് ചെയ്യാൻ. പിന്നെ ഈ പൾസാറ്റിലയുടെ എന്താണ്, പൾസാറ്റിലേക്ക് കുറച്ച് വെള്ളം മതിയെന്ന് പറഞ്ഞല്ലോ. മറ്റേ എന്താണ് ഡെസേർട്ടിലും മറ്റേ പാറയുടെ ഇടുക്കിലും ഒക്കെ ആയിട്ടേ, അതുകൊണ്ടായിരിക്കും തേഴ്സ്റ്റ്ലെസ് ഉള്ളത്. വെള്ളം വേണ്ടല്ലോ. അതെ അതെ, വെള്ളം വേണ്ട. ഇനി അഥവാ ഇച്ചിരി പൾസാറ്റിലെ പേഷ്യന്റ് അങ്ങനെ കുടിക്കത്തുള്ളല്ലോ. കുറച്ച് ഇനി ദാഹിച്ചാലും പോയി കുടിക്കുന്ന ഒരു ഗ്ലാസ് ഫുള്ളോ അല്ലെങ്കിൽ പടപടാന്നൊന്നും കുടിച്ചു കളയത്തില്ല. ഇച്ചിരി വെള്ളം കുടിക്കത്തുള്ളൂ. ഇച്ചിരിയേ കുടിക്കുള്ളൂ. അതുപോലെ ആ കവർ ചെയ്യുന്ന ആ ചെടിയെ തന്നെ പിന്നെ ഒരു ഇത് കൂടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഓപ്പൺ എയർ, ചേഞ്ചബിലിറ്റി ഓഫ് ഇത് ഒക്കെ, ആ ഒരു വീഡിയോ ഞാൻ ഇനി എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിക്കുമ്പോൾ അത് അനങ്ങുന്ന ഒരു വീഡിയോ. അപ്പം അങ്ങനെ ആയിരിക്കും. പിന്നെ ലാക്ടസിന്റെ കുറച്ചുകൂടെ ആ പാമ്പിന് ഒരുപാട് സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് 10-12 പോയിന്റ്സ് ഉണ്ട്. മറ്റേത് അത്രയും പോയിന്റ്സ് ഇല്ല. വേണമെങ്കിൽ ബ്രയോഡിയയും കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ആർക്കും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ഈ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ഡോക്ടർ നേരത്തെ ലാക്ടസിനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പാമ്പിനെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചിടുക, അല്ലെങ്കിൽ കായം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു പാമ്പിന്റെ ഷേപ്പിലുള്ള ഒരു പ്ലാന്റിനെ നട്ടു വളർത്തുക എന്നൊക്കെ പറയും. അപ്പൊ ഈ സോറായിട്ടുള്ള, അതായത് ഈ സോറായിട്ടുള്ള ആ ഒരു സ്മെല്ല് പാമ്പിന് പിടിക്കത്തില്ലല്ലോ. അത് മനുഷ്യരിൽ എങ്ങനെയാണ്? അല്ല, അത് തന്നെയല്ലേ നമുക്ക് ആസിഡ്സ് ആൻഡ് സോർ ഐറ്റംസ് ഡയറിയ ഒക്കെ ഉണ്ടാക്കും എന്നുള്ള ഒരു പോയിന്റ് ഞാൻ വായിച്ചു. അപ്പൊ അത് ആ മെഡിസിനുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാമല്ലോ. ആസിഡ്സ് ഡിസഗ്രീസാ.
ആ Stop. ആ അപ്പൊ അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. അതൊക്കെ ഇതുമായിട്ട് ആ കണക്ട്. ശരി ശരി ആ അതെ അത് യശ്വന്തറാവ് പട്ടേൽ ശ്രദ്ധിച്ചായിരുന്നു. കുറച്ചു നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എന്താണ് പുള്ളിക്കാരന് പറയാനുണ്ടെന്ന്. നേരത്തെ ഡോക്ടർ ശൈല പറഞ്ഞോ ഡോക്ടറെ, എന്താണ്? ഇതില്ലേ നേരത്തെ മുതലേ യശ്വന്തറാവ് പട്ടേൽ എന്ന് പറയുന്ന ഡോക്ടർ നേരത്തെ മുതലേ ഡിയർ ഓർഗനൈസേഴ്സ് ക്യാൻ ഐ ഗെറ്റ് 2 minutes ആ അതെ, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞാണോ എന്തോ. എന്തായാലും ഒന്ന് പുള്ളിയോട് ചോദിച്ചേക്കാം വേണമെങ്കിൽ അല്ലേ. ആ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്ക്. എവ്- ചേച്ചി എവിടെ കിടക്കുന്നു? Can ഞാൻ you raise the അല്ല hand, ഈ Dr. Yashwantarao Patel? പൾസ് Can you raise your hand? പൾസാറ്റിലെ ഈ പൾസാറ്റിലെ അതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ കൂട്ടമായിട്ട് നിൽക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ പൾസാറ്റിലെ പേഷ്യന്റ് ഈ കൂട്ടം ക്രൗഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ടൈപ്പാണ്. അതെ അതെ അതെ, അവർക്ക് ക്രൗഡ് ഇഷ്ടപ്പെടുന്നതിന് സത്യം പറഞ്ഞാൽ പുറത്തു പോയൊരു പബ്ലിക് ക്രൗഡിനെ അവർക്ക് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ഒരു ചമ്മലുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കൊരു അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ചാരാനും അവർക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരാൾക്കാർ വേണം. പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. അതർവൈസ് കാണാൻ പറ്റുന്നുണ്ടോ? ഡോക്ടർ, യു ക്യാൻ ടോക്ക് നൗ. Okay. Thank you very much for giving me an opportunity to say a few words. Myself, Dr. Yashwantarao Patel. I am practicing home care in Maharashtra. Also, I am teaching in one of the veterinary medical college. So, I think we are talking about the doctrine of signatures. Am I right? Yes. Yes, yes. I had one question. Can anybody explain me what is the Hahnemannian opinion about using this topic about this concept, doctrine of signature? I am listening many of the references from the different texts of our stalwarts, I think, and from some softwares. Actually, what is your opinion, doctor? Okay, so I would like to share my screen, or if you are having the book of Organon and the Mater Medica Pura first volume. So I want to quote some Hahnemannian references regarding this doctrine of signature. Okay, you can share. Yes. I will, doctor, ഈ ഡോക്ടറിനെ ഒന്ന് co-host ആക്കാവോ? ആരാ? ഡോക്ടർ ധനീഷ്? ഞാനാ ഹോസ്റ്റ്. co-host ആക്കാമല്ലോ. ഡോക്ടർ ഹോസ്റ്റ് ഒന്ന് co-host ആക്കാം. We will make you as a co-host so that you can co-host ആക്കിയിട്ടുണ്ടേ. Okay. Okay. Now you can share. Yeah. പോയെ Doctor, പോയോ? co-host ആക്കിയപ്പോ പോയെ. Dr. Yashwantarao Patel, are you here? No. ഷെയർ ചെയ്തപ്പോ പോയതായി. You can continue. Okay. അല്ല, അത് നമുക്കൊരു നോളജ് ആയിരിക്കുമല്ലോ ഹനുമാൻ എന്ത് പറഞ്ഞിരിക്കുന്നു. ഔട്ട് ആയിപ്പോയി പുള്ളി, വീണ്ടും കേറിയാണ് കേട്ടാ. ഓ ശരി. ഉപകരണങ്ങളൊക്കെ എടുക്കാൻ പോയതായിരിക്കും. 54 ആയി. പക്ഷെ ഇനി സമയമില്ല കേട്ടാ, നമ്മളിത് 8 മിനിറ്റേ ഉള്ളൂ. ഡോക്ടർ വന്നില്ല, ഇനി ഒരു അവസരം കൊടുക്കാം കേട്ടാ. അതല്ലാതെ നടക്കൂല. പുള്ളി ഇനി എല്ലാം എടുത്തുണ്ടാക്കി വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് സമയം കഴിയും. ഡോക്ടർ യശ്വന്തരാജ് പട്ടേൽ, ആർ യു ഹിയർ? എത്തിയില്ല. Actually, doctor, if it is a big topic, means we will have another session entirely for you to share the knowledge. We have only 5 minutes more. Doctor, എവിടെയാണെന്ന് അറിയുന്നില്ലല്ലോ. യശ്വന്തറാവു സിംഗ്. ഇവിടെ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യാ, എന്നിട്ട് പറഞ്ഞു. ഡോക്ടർ പ്ലീസ് അൺമ്യൂട്ട്. ഡോക്ടറെ അല്ല, ഇനി co-host ആക്കാനുള്ള സമയമില്ല ഡോക്ടർ.
Dr. Ajini Yashwant. Okay, doctor. yes, I can Doctor. listen. Okay, now we have See, only 5 minutes. Will your presentation will end within 5 minutes? If otherwise, we will have another session entirely for session. you to present this regarding this subject. That will be nice, I think. Can I get your okay, number? definitely, I would love to. Yeah. Even we Yes. would like to hear from you. Actually, we need a discussion about this subject. Can you Yes, put your number definitely. in the chat box? Yes, I am putting my number. Okay. We will have another session entirely for you to know about doctrine of signature. It is okay. Thank you, doctor. Thank you so much. Thank you, Dr. Yashwant Rao Patil. Okay. Okay, ഈ നമ്പർ ഒന്ന് ധനേഷ് ഡോക്ടർക്ക് കൊടുത്താല് ധനേഷ് ഡോക്ടർ ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 5 മിനിറ്റേ ഉള്ളൂ. അല്ല, വേറെ ഇതിൽ എന്തെങ്കിലും എഴുതി കാണിച്ചിരിക്കുന്നുണ്ടേ ഡോക്ടറെ, എപ്പോ ആണെങ്കിലും നമുക്ക് എടുക്കാം. ഓ, അങ്ങനെ എടുക്കാവോ? അത് ശരി. ഓക്കെ, എന്നാലും ഒന്ന് കൊടുത്തേക്ക്. നമുക്ക് ഇത് ആരൊക്കെ ഇതിന് എന്തൊക്കെ എതിരഭിപ്രായവും ഉണ്ട് ഇതിന് ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചറിനെ. പിന്നെ പഠിക്കാനും ഓർത്തിരിക്കാനും നമുക്ക് നല്ലതാണെന്നുള്ളത് കൊണ്ട് പഠിക്കാനായിട്ട് എല്ലാവരും ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോക്ടർ ജയചന്ദ്രൻ നമുക്ക് ഓക്കെ ഡോക്ടർക്ക് ഇനി എന്താണ് എന്തായാലും കൺക്ലൂഷൻ ഉണ്ടോ? ഇനി ബ്രയോണിയ പറയാനും സമയമില്ലല്ലോ ഡോക്ടർ. ഇല്ല ഇന്നത്തെ ക്ലാസ്സിന് അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ അതിന്റെ ഒരു രീതിയും അതിന്റെ സ്വഭാവവും വെച്ച് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കിയ സബ്സ്റ്റൻസിന്റെ വെച്ചിട്ട് നമ്മൾ അതിന്റെ സിംറ്റം സിമിലാരിറ്റിയെ വെച്ച് നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ ഡോക്ട്രൈൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സൈൻ എന്ന് വെച്ചാൽ ഒപ്പ്, നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതി. പ്രകൃതിയുടെ കയ്യൊപ്പ് എന്ന് പറയുമ്പോൾ പ്രകൃതി അതുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളിൽ കൂടെ തന്നെ നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ഇതിന് പല പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം ആ ഡോക്ടർ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ചിലർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹെർബലിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മളോട് അത് സംസാരിക്കുന്നതാണ്. അതിനെപ്പറ്റി കുറെ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഈ സ്വഭാവവും അതിന്റെ സിംറ്റവും അതിന്റെ ക്യൂറിങ് ഇതുമൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതില് ചിലര് സമ്മതിക്കുന്നുണ്ട്, ചിലര് ഇത് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലിയർ ആയിട്ട് നമുക്കും അറിയത്തില്ല. പക്ഷെ എപ്പോഴും നമുക്കൊരു മെഡിസിൻ ഓർത്തിരിക്കാനും നമുക്കത് നമ്മുടെ മനസ്സിൽ കിടക്കാനും ഇത് നമുക്ക് നല്ലോണം ഉപകാരം ചെയ്യും. പിന്നെ എന്തായാലും എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ ഒരു സ്വഭാവം കാണും എന്ന് ഒരു 60% ഒക്കെ എന്തായാലും കാണും എന്ന് നമ്മൾ വിശ്വസിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ ഡോക്ടറെ, എന്തായാലും അല്ലെ ഇതുപോലെ നേരത്തെ പഠിച്ചിരുന്നെങ്കിലേ പഠിച്ച സമയത്തെ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ആ ഓരോ മെഡിസിനും നമ്മളെ മനസ്സിൽ അന്ന് കിട്ടിയില്ലല്ലോ. പഠിച്ച സമയത്ത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു, കാണാപ്പാടം പഠിച്ച് എന്തിന്റെ മീനിങ് എന്ന് പോലും അറിയത്തില്ല. ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു മെഡിസിൻ അത് അതിന്റെ ആ പിക്ചർ ഓർത്താലേ കൊറേ പോയിന്റുകൾ എഴുതാം. അതെ, ഓർമ്മ വരികയും ചെയ്യും. നമുക്കത് പാമ്പിനെ ഓർക്കുമ്പോ തന്നെ നമുക്ക് ഇതാണ് ജലസ് ആട്, സസ്പീഷ്യസ് ആട് നമുക്ക് ഓർമ്മ വരും. കാര്യങ്ങൾ കിട്ടും. എന്തായാലും വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രസന്റേഷൻ കിട്ടിയത് വലിയ സഹായം. അപ്പൊ ഇനി ഇതുപോലുള്ള പോളിക്രസ്റ്റിന്റെ എല്ലാം ഇതുപോലെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചറുമായിട്ട് വരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനമാണല്ലോ. എനിക്കും അത് ഓർത്തിരിക്കാൻ പറ്റും. വീഡിയോ ഒക്കെ എന്റെ മനസ്സിലും കിടക്കുമല്ലോ. അത് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും പറയാനുള്ളത്. പിന്നെ അപ്പൊ ചുരുക്കി ജയചന്ദ്രൻ ഡോക്ടർ ആദ്യം പറയട്ടെ, ലതാ മനോഹരൻ ഡോക്ടർ പൊക്കളായിരുന്നു, അജിനി ഡോക്ടർക്ക് നന്ദി പറയേണ്ടുന്ന ഉത്തരവാദിത്വം ഞാന് ലതാ മനോഹരൻ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അതിനു മുമ്പ് ജയചന്ദ്രൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഏതെങ്കിലും മറ്റു ഡോക്ടേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി ഹാൻഡ് റൈസ് ചെയ്യാം. 44 പേരുണ്ടായിട്ട് ഒന്നും പറയാനില്ലേ? ആരും ഒന്നും പറയുന്നില്ല, ആരും മുഖവും കാണിക്കുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ജയചന്ദ്രൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. 1 മിനിറ്റ്. എന്തായാലും നമ്മുടെ പ്രകൃതിയുടെ സത്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തി തന്ന ഡോക്ടർക്ക് എന്ത് പറഞ്ഞാലും മതിയാകത്തില്ല. വീണ്ടും എല്ലാ ഔഷധങ്ങളുടെയും ഇതുപോലെയുള്ള ഒരു സമ്പൂർണ്ണ രൂപം നമുക്ക് പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും വരണം. ഓക്കെ ജയചന്ദ്ര ഡോക്ടറെ, അടുത്തത് നമുക്ക് ലതാ മനോഹരൻ ഡോക്ടറുടെ അഭിപ്രായവും പറഞ്ഞ് ഡോക്ടർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
നന്ദി ഷൈല ഡോക്ടറെ. നമസ്കാരം അജിനി ഡോക്ടറെ. വളരെ പിന്നെ ഫൈനാൻസ് ആണ് ക്ലാസ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ബാക്കി എടുക്കാനുണ്ട്, അത് എടുക്കാം. ഞാനപ്പോ ചേഞ്ച് അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത്. അജിനി ഡോക്ടറുടെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച അതിന്റെ അടുത്ത പാർട്ടാണ്. കുറെ പോയിന്റ് പറയാനുണ്ടല്ലോ, അപ്പൊ അതായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ ഇത് 6 പാർട്ടെങ്ങാണ്ട് ഉണ്ട് അതിനകത്ത്. 6 നോട്ട് ഇനി. ശരിയാ, എന്നാ പറഞ്ഞത്. അപ്പം അതാണെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ വിലപ്പെട്ടത്, അതിനെക്കാട്ടി വിലപ്പെട്ടതെന്ന് വേണേ പറയാം. നമുക്ക് ഇത് പഠിച്ചാലേ അതിനകത്തോട്ട് പോകാൻ കൂടുതൽ പറ്റുള്ളൂ. ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേച്ചർ സിഗ്നേച്ചർ എന്നൊക്കെ പറയുമ്പം നമുക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. ശരിക്കും ഇപ്പം ലാക്കസിന്റെ ഓരോ ഇതും എടുത്ത് അതിന്റെ സ്വഭാവങ്ങളെല്ലാം ഈ പേഷ്യന്റിനും വരുന്ന, അതിന് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ആ പൾസാറ്റിലാടെ പൂവിന്റെ ആ നേച്ചർ, അതിന്റെ ആ ഒരു തരളിതമായ സ്വഭാവം, അതെല്ലാം ഈ പൾസാറ്റിലേക്ക് ഉണ്ട്. നമ്മളത് പഠിച്ചിട്ടുണ്ട്, കാണാപ്പാഠം പഠിച്ചു വെച്ച് നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് ആണ്. ഇതുപോലെ ഓരോ നമുക്കൊരു 2 or 3 മെഡിസിൻ വെച്ച് ഇതുപോലെ എവിടുന്നാണ് ഇപ്പം വെജിറ്റബിൾ കിങ്ഡം ആണെങ്കിലും ആനിമൽ കിങ്ഡം ആണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ആ നേച്ചറും നമുക്ക് ഇതുപോലെ ഒരു ക്ലാസ് ഡോക്ടറുടെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആ അഭിപ്രായം കാണും, ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും അത് പ്രയോജനമായിരിക്കും. ഇപ്പം IFPSന്റെ പേരിലും ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. അതിന്റെ ഇടയ്ക്ക് ആ ഡോക്ടറുടെ നമ്പർ ഒന്ന് എഴുതി വെച്ചേക്കോ. ഇനി നമുക്ക് ധനീഷ് ഡോക്ടർ കൊടുക്കാം. എന്താ പറയാനുള്ളത്? ഞാനും ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്, അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നന്ദി ലതാ മനോഹരൻ ഡോക്ടറെ. എന്തായാലും ഡോക്ടർ തുടക്കം മുതൽ ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കും. എന്തായാലും ഈ ഓഡിയൻസിന്റെ ആ ഒരു ജയചന്ദ്രൻ ഡോക്ടർക്ക് ലതാ മനോഹരൻ, അതാണ് ഓഡിയൻസിന്റെ ആ ഒരു താല്പര്യം കണ്ടാലേ ഫാക്കൽറ്റിക്ക് ക്ലാസ് എടുക്കാനുള്ള ആ ഒരു ഉന്മേഷം വരും. അതെ അതെ, ആരെങ്കിലും കാണണ്ടേ, വെറുതെ അങ്ങോട്ടെങ്കിലും നോക്കി അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇവർ രണ്ടുപേരും അജിനി ഡോക്ടർക്ക് പ്രോത്സാഹനം കൊടുത്തു. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി. എന്തായാലും നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മലയാള സെഷന്റെ ഇനിയും അജിനി ഡോക്ടർ ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റ് മെഡിസിൻസും അതിന്റെ ഡോക്ടറിനും ഒക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അജിനി ഡോക്ടർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ടും അതുപോലെ മറ്റ് ഡോക്ടേഴ്സിന് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. ഓരോ ആഴ്ചയിലും വന്ന് എല്ലാ മരുന്നുകളും പഠിപ്പിച്ചു തരണം. നേരത്തെ ശ്രീജ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഫസർമാർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ടോപ്പിൽ എത്തിയേനെ. പഠിക്കേണ്ടതായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിൽ കിട്ടേണ്ടത് ഇപ്പൊ ലാസ്റ്റ് ഇയറിലാണ് വരുന്നത്. അതുകൊണ്ട് അജിനി ഡോക്ടർ എല്ലാ ആഴ്ചയിലും വരണം, എല്ലാ മരുന്നും പഠിപ്പിക്കും. പഠിപ്പിക്കാൻ ഞാൻ എല്ലാ